അങ്ങനെയല്ല. നസീർക്ക പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ഞാൻ ധ്യാനിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഞാനും. അതെ, അല്ല ശ്രീനേട്ടന്റെ ഒരു നർമ്മം അതാണ്. അത് കൊള്ളാല്ലേ? ഒരു വലിയ അത് വേറൊരു ഇവിടുത്തെ ഇതുപോലെ ഇതൊക്കെ പുള്ളിയുടെ ചളികളാണെന്ന് തോന്നുന്നു. ഒരു തവണ പുള്ളി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, അപ്പൊ വീട്ടിൽ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വെളിച്ചം വരും. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ശ്രീനിയേട്ടാ നിങ്ങൾ എന്തിനാ ഈ വെയിൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇനിയും കറക്കൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ടെന്ന്. അല്ല അങ്ങനല്ല, ഇതിൽ കൂടുതൽ എനിക്ക് കറക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട്. അല്ല, അങ്ങനെയൊക്കെ നിറം പറയാൻ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു വലിയൊരു സിദ്ധിയായിരുന്നു. നമുക്ക് ഈ സമയത്ത് അദ്ദേഹത്തെ ഒന്ന് ഓർക്കണം. ഞങ്ങളിവിടെ ഒരു വീഡിയോ അല്ലേ അതിനുവേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നലെ ഇല്ലായിരുന്നല്ലോ, ഇത് പെട്ടെന്ന് ഒപ്പിച്ചാണോ? ശ്രീനിച്ചേട്ടൻ എന്നും നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടാണ്. നമുക്കൊന്ന് എവിയിലേക്ക് പോവാം. ശ്രീനിവാസൻ. എടാ വിജയ, എന്താണ് ദാസ ഇത്? വിജയ്, ഞാൻ ദാസൻ. MP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്, അംബുജ് ടൈലേഴ്സ് ടെമ്പിൾ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിട്ടത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് പുരസ്കാരം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടില്ല. വെറുപ്പാണ് ആത്മമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾ സ്നേഹിക്കാൻ ലോകത്ത് ആരുടെ സ്വന്തം. മലയാളത്തിൻ്റെ സ്വന്തം ശ്രീനിയേട്ടൻ എന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഒരിക്കലും അദ്ദേഹം നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അത്ര മാത്രമേ പറയാനുള്ളൂ. പെട്ടെന്ന് നമ്മളെല്ലാവരും സ്പീച്ച്ലെസ് ആയിപ്പോയി. അദ്ദേഹത്തെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു AV നമ്മൾ ഇട്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സും കണ്ണും ഒക്കെ നിറയുന്നുണ്ട്. അപ്പം പിന്നെ സ്വന്തം മകൻ ധ്യാൻ. ഓക്കെ, ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് നമ്മൾ പറയുക. സമരൻ ഓസ്ട്രേലിയയിൽ നെക്സ്റ്റ് പെർഫോമൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്.